afternoon. Afternoon. Okay. Just revise okay now. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം എടുത്ത് നിർത്തിയത് വരെയാണ് 8th പോയിന്റ് അല്ലേ? റെപ്രസെന്റേഷൻ വരെ അല്ലേ? It is of collective bargaining 8th പോയിന്റ് വരെയല്ലേ എടുത്ത് നിർത്തിയത്? ഡൈനാമിക് വരെ. ഓക്കെ ഓക്കെ ഡൈനാമിക് വരെയാണ്. അപ്പൊ നമുക്ക് 7th പോയിന്റ് തുടങ്ങിയെടുക്കാം. പവർ റിലേഷൻഷിപ്പ് ആൻഡ് റെപ്രസെന്റേഷൻ. ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ? നമ്മള് റിലേഷൻ നമുക്കറിയാം. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ബാർഗെയിനിങ് പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ വലിയ തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഓർഗനൈസേഷനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോ ഓർഗനൈസേഷന്റെ ഗോള് എളുപ്പത്തിൽ തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ അതുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഫീച്ചേഴ്സ് സവിശേഷത അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 7th പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ പവർ റിലേഷൻഷിപ്പ് ആണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത്. എന്താണ് പവർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? നമുക്കറിയാം ആ ഒരു റിലേഷൻഷിപ്പിൽ ബന്ധത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പവർ ഉണ്ട്, ഒരു ബാർഗെയിനിങ് സ്ട്രെങ്ത് ഉണ്ട്. Other workers and the management share a relationship in which both want to extract the maximum from each other by offering the least. Okay, നമുക്കറിയാം അവര് തീർച്ചയായിട്ടും ബാർഗെയിനിങ് ചെയ്യാനായിട്ട് ലക്ഷ്യപ്പെടുന്നത് തൊഴിലുടമകളും തൊഴിലാളികളും തീർച്ചയായിട്ടും അവരവരുടെ എയിം അല്ലെ, അവരവരുടെ ലക്ഷ്യങ്ങൾ, അവരവരുടെ റൈറ്റ്സുകൾ, അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ടായിരിക്കും അവർ ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ മാക്സിമം അവരവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് നമുക്കറിയാം ഒരു ബാർഗെയിനിങ് എന്ന പ്ലാറ്റ്ഫോം അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. ബൈ ഓഫറിംഗ് ദ ലിസ്റ്റ് ഹൗവർ എ concerns can only be reached when they draw back from their positions and accept less than their demands and give more than what is offered issued. അല്ലെ, അപ്പൊ അവിടെ നമ്മള് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു ഒരു സമയാവയം എന്ന് പറയുന്നത്, അതായത് പരസ്പരം റിലേറ്റ് ചെയ്തിട്ടാണ് അവിടെ ചിലപ്പോ ആദ്യം നേടിയെടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും. പിന്നീട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നീക്കി വെക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിൽ നോക്കുകയാണെങ്കിൽ അവർ കൺസേൺസ് ക്യാൻ ഓൺലി ബി റീച്ച്ഡ് വെൻ ദേ ഡ്രോ ബാക്ക് ഫ്രം their positions and accept less than their demands. അവര് എപ്പോഴും നമുക്കറിയാം എത്രയും പെട്ടെന്ന് ഓഫറിങ്സ് നേടിയെടുക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയായിരിക്കും അവരതിനനുസരിച്ചിട്ടുള്ള ബാർഗെയിനിങ് ആയിരിക്കും, അവകാശങ്ങളായിരിക്കും അവിടെ താല്പര്യത്തോട് കൂടിയിട്ട് കരുതുന്നത്. ജസ്റ്റ് നമുക്കറിയാം ആ ഒരു ബാർഗെയിനിങ് പ്ലാറ്റ്ഫോമിൽ തൊഴിലുടമയും തൊഴിലാളിയുടെ അവകാശങ്ങൾ അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ തൊഴിലാളി പറയുന്നതനുസരിച്ചിട്ട് തന്നെ ഓഫർ ചെയ്തെല്ലാം കൊടുക്കാം അല്ലെ. അപ്പൊ തൊഴിലുടമയ്ക്കും അതിൻ്റെതായിട്ടുള്ള, അതായത് തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് അവിടെ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള എവിഡൻസുകളൊക്കെ അവിടെ നിരത്തി വിലപേശിയാണ് അവർ അവിടെയായിട്ടുള്ള അവകാശങ്ങൾ നേടിയിരിക്കുന്നത്. This helps the management to hold on to its power and control on workplace matters. ചിലപ്പോൾ നമുക്കറിയാം അവർ കുറെ ഡിമാൻഡുകൾ പതിയെ ഫുൾഫില്ല് ചെയ്യാനായിരിക്കും അല്ലെ താല്പര്യപ്പെടുന്നത്. അവര് ഉടനടി ഒരിക്കലും ആ ഒരു
ബാർഗൈനിങ് എന്ന പ്ലാറ്റ്ഫോമിൽ ലക്ഷ്യമിട്ട് അല്ലെ ഇവരെന്താണോ ഉദ്ദേശിച്ചത് അത് അപ്പൊ തന്നെ സാക്ഷാത്കരിച്ചു കൊടുക്കാനായിട്ടുള്ള സാധ്യതയില്ല. നമുക്കറിയാം അവരുടെ ആ ഒരു കൺട്രോളിംഗ് പവർ അവരെ നേടിയെടുത്തതിന് ശേഷമായിരിക്കും അവർ ഓരോ കാര്യങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ. The union also operates this policy to strengthen their hold over workers and retain their powers. തീർച്ചയായിട്ടും നമുക്കറിയാം ചിലപ്പോ എംപ്ലോയീസും അവിടെ ബാർഗെയിൻ ചെയ്യുമ്പോൾ അവർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് തന്നെ അവരെ അറിയിച്ചു കൊടുക്കും അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഈ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ വരുമ്പോഴാണ് ചില കാര്യങ്ങൾ ഫുൾഫില്ല് ചെയ്തില്ലെങ്കിൽ അവര് സ്ട്രൈക്കുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെ അവര് സ്ട്രൈക്കും ലോക്കൗട്ടുകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വരുന്നു. കാരണം അവര് ഇൻ കേസ് അവരുടെ സ്ട്രെങ്ത് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവരെ അല്ലെ എംപ്ലോയറുടെ മാനേജ്മെന്റിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു രീതിയും കൂടി അവിടെ അവലംബിക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാം ഇരു കൂട്ടർക്കും അവരുടേതായിട്ടുള്ള ശക്തികളുണ്ട്. ഒരു കൺട്രോളിംഗ് പവർ തീർച്ചയായിട്ടും തൊഴിലുടമ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവില്ല എന്ന് പറഞ്ഞത് മാതിരി തന്നെ അവരുടേതായിട്ടുള്ള എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ബാർഗൈനിങ് സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് അവര് കാണിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് പവർ റിലേഷൻഷിപ്പിൽ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം അവിടെ യൂണിയനുകൾ എന്തെങ്കിലും പോളിസികളൊക്കെ ഓക്കെ ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. റെപ്രസെന്റേഷൻ ആണ് നെക്സ്റ്റ് 8th പോയിന്റിൽ പറയുന്നത്. കളക്റ്റീവ് ബാർഗൈനിങ് ദ മെയിൻ participants do not represent themselves. They represent the claims of the workers and the management when negotiating. Okay, നമുക്കറിയാം അവര് റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും പ്രധാനമായിട്ട് മെയിനായിട്ട് അല്ലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഡു നോട്ട് റെപ്രസെന്റ് ദംസെൽസ്. അവർ തന്നെ ആയിരിക്കും ഇൻ കേസ് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് യൂണിയനുകളാണെങ്കിൽ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ആയിരിക്കും അവിടെ നിലകൊള്ളുന്നത്. അവരുടെ അല്ലെ പ്രതി അല്ലെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെയായിരിക്കും അവര് ബാർഗൈനിങ് പ്രോസസ്സിൽ ഏർപ്പെടുന്നത്. കളക്റ്റീവ് ബാർഗൈനിങ് കേസ് the representatives of unions deal directly with the employers. അല്ലെ തീർച്ചയായിട്ടും നമുക്കറിയാം നേരിട്ട് തൊഴിലുടമകളോട് ഡീൽ ചെയ്യാൻ തന്നെയായിരിക്കും അവിടെ യൂണിയനിൽ അല്ലെ ഉള്ളവർക്കൊക്കെ താല്പര്യപ്പെടാനായിട്ട് ആഗ്രഹം അല്ലെ. കേസ് എംപ്ലോയർ എപ്പോഴാണ് മീറ്റിംഗിൽ സന്നിഹിതരാകുന്ന എന്നുള്ള ടൈം അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും മാനേജ്മെന്റിൽ അവിടെ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് അവിടെ കൃത്യമായിട്ടുള്ള സമയക്രമൊക്കെ ക്രമീകരിക്കാനായിട്ട് അവര് നോട്ട് ചെയ്യുന്നത്. The union are authorized to bargaining with the employers on work related matters. അറിയാം വെറുതെ യൂണിയൻ അല്ല അല്ലെ, അംഗീകാരമുള്ള യൂണിയൻ അതായത് ആ ഒരു ഇൻഡസ്ട്രിയിൽ അംഗീകാരമുള്ള യൂണിയനുകൾ തീർച്ചയായിട്ടും എംപ്ലോയറെ കാണാനായിട്ടുള്ള സാഹചര്യങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനോട് അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എംപ്ലോയീസിന് വേണ്ടിയിട്ട് റെപ്രസെന്റേറ്റീവ് ചെയ്തിട്ടാണ് യൂണിയനുകൾ അവിടെ ബാർഗൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അവിടെ തീർച്ചയായിട്ടും ഈ എംപ്ലോയറുടെ സമീകരണമൊക്കെ അത് കൃത്യമായിട്ട് എപ്പോഴാണ് എന്ന് അനുസരിച്ചിട്ട് തന്നെയായിരിക്കും അവരവിടെ ബാർഗൈൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം സമയക്രമമൊക്കെ തയ്യാറാക്കുന്നത്. അപ്പൊ നോക്കാം ഇതിലെ പറയുന്ന റെപ്രസെന്റേഷൻ എന്നുള്ള ഒരു മീനിങ്ങിൽ വരുമ്പോൾ മനസ്സിലാക്കി വെക്കുക, എംപ്ലോയിയുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടാണ് യൂണിയനുകൾ അവിടെ ബാർഗൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, വീണ്ടും ബൈപാരറ്റൈറ്റ് എന്താണ് പ്രോസസ് എന്ന് പറയുന്നു. അത് എപ്പോഴും ചോദിച്ചു കാണാറുള്ളതാണ് അല്ലെ. ഏത് തരത്തിലുള്ള പ്രോസസ്സാണ് ഇവിടെ നടപ്പാക്കുന്നത് നോക്കാം. Collective bargaining is a bipartite process, that is there is no interference of any third party. അതായത് ഒരു രണ്ടു കൂട്ടരും തമ്മിലുള്ള പരസ്പര ഡിസ്കഷന്റെ ബേസിലാണ് ആ ബാർഗൈനിങ് നടക്കുന്നത്. തൊഴിലാളികളും തൊഴിലുടമയും അല്ലെ. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് യൂണിയനുകളും അതിൽ ഒരുപക്ഷെ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് നേരിട്ട് അല്ലെ അവിടെ നേരിട്ട് തന്നെയാണ്. അവരോട് തേർഡ് പാർട്ടി കൂടി വന്ന് ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. All the decisions are taken by employers and employees by negotiation face to face with each other. തീർച്ചയായിട്ടും നമുക്കറിയാം ചില പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ യൂണിയൻ നേതാക്കൾ മാത്രമായിരിക്കില്ല, ചിലപ്പോ ചില കുറച്ചും കൂടിയും അവരെ എവിഡൻസുകളൊക്കെ കൊടുത്ത് കൃത്യമായിട്ടുള്ള അല്ലെ അവിടെ തെളിവുകളും കാര്യങ്ങളൊക്കെ ബോധ്യമാക്കാൻ ഒരുപക്ഷെ എംപ്ലോയീസിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയായിരിക്കും അവിടെ യൂണിയനുകളൊക്കെ ആ ഒരു ബാർഗൈനിങ് പ്ലാറ്റ്ഫോമിൽ വരുന്നത്.
സോ നമുക്കറിയാം മാനേജ്മെന്റ് ആളുകളും എംപ്ലോയറുടെ സൗകര്യാർത്ഥം അവരുടെ സമയമൊക്കെ കീപ്പ് ചെയ്തിട്ട് ആയിരിക്കും ആ ചർച്ച സംഘടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഫേസ് ടു ഫേസ് തന്നെയാണ് അവര് ചർച്ചകളിൽ പങ്കെടുക്കുന്നതും ജലപേശനിൽ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നതും. സോ അതുകൊണ്ട് തന്നെ പറയുന്നത് ഈ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് എന്ത് പ്രോസസ്സാണെന്ന് പറയുന്നത് ബൈപാരറ്റൈറ്റ് പ്രോസസ്സാണെന്ന് വിശേഷിപ്പിക്കാം. മറ്റൊരു സവിശേഷതയാണ് എപ്പോഴും ചോദിച്ചു കാണാറുള്ളതാണ് ഇത് ഏത് തരത്തിലുള്ള പ്രോസസ്സാണ്. ബൈപാരറ്റൈറ്റ് പ്രോസസ് ആണെന്ന് പറയാൻ കാരണം the decisions are taken by employers and employees by negotiating face to face with each other. അല്ലെ അവിടെ ചർച്ചയിലൂടെ നേരിട്ട് അഭിമുഖം നടത്തിയത് അല്ലെ പരസ്പരം തന്നെ നേരിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് അവിടെ സാധ്യതകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് പോകാം. ഓക്കെ അല്ലേ? ബൈപാരറ്റൈറ്റ് പ്രോസസ്. ഓക്കെ, റൂൾ മേക്കിംഗ്. എന്താണ് റൂൾ മേക്കിംഗ് എന്ന് പറയുന്നത്? നോക്കാം. റൂൾ മേക്കിംഗ് ദാറ്റ് ഈസ് റീച്ചിങ് ആൻ എഗ്രിമെന്റ് ബൈ സ്പെസിഫൈയിങ് റൂൾസ് എന്താണ് pertaining to employment relationships in the purpose of a collective bargaining. ഇപ്പോഴും നമുക്കറിയാം ഒരു ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നത്, നിയമങ്ങളൊക്കെ രൂപീകരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം അത് മോസ്റ്റ്ലി നല്ല ഹെൽപ്ഫുൾ ആയ കാര്യമാണ് അല്ലെ. കാരണം ഒരു ചർച്ചയിലാവുമ്പോൾ എംപ്ലോയീസ് ആണ് പൊതുവെ വർക്ക് കാര്യങ്ങളൊക്കെ നേരിട്ട് ഡയറക്ട്ലി വർക്ക് ചെയ്യുന്നത് അവർ തന്നെയായിരിക്കും. സോ അവർക്കാണ് കൃത്യമായിട്ട് ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും വിലമതിക്കുന്നത്. സോ കാരണം എന്തുകൊണ്ട് അവരാണ് നേരിട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഇത് റൂൾ മേക്കിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ തന്നെ നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം ആ ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോഴാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അല്ലെ, ഒരു എഗ്രിമെന്റിലേക്ക് എത്തുന്നത്. സോ അതിൽ നിന്നാണ് നമുക്കറിയാം നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഫോർമാറ്റ് ചെയ്യുന്നത്. സോ എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്ന പ്രോസസ്സ്? അതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നു റൂൾ മേക്കിംഗ്. റൂൾ മേക്കിംഗ് എന്ന് പറയുമ്പോൾ that is reaching an agreement by specifying rules pertaining to employment relationships is the purpose of a collective bargaining. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന പ്ലാറ്റ്ഫോം വരുമ്പോൾ തൊഴിലുടമയും തൊഴിലാളികളൊക്കെ നേരിട്ട് പരസ്പരം ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു എഗ്രിമെന്റിലേക്ക് എത്തുന്നു. ദെൻ അതാണ് നിയമാവലികളായിട്ട് പ്രാബല്യത്തിൽ വരുന്നത്. വീണ്ടും 11th പോയിന്റ് ആയിട്ട് പറയുന്നത് പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ്. Okay, it is a tool and a procedure to protect the interest of workers. ഇതൊരു ടൂൾ ആണെന്ന് വിശേഷിപ്പിക്കാം, അതായത് ഒരു ഉപകരണമാണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഏത് ഈ നെഗോഷിയേഷൻ പറയുന്നത്, അതായത് തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് തൊഴിലുടമയുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രോബ്ലംസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ കൃത്യമായിട്ട് അവർക്കുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് വരുന്ന പ്ലാറ്റ്ഫോമാണ്. സോ ആ പ്ലാറ്റ്ഫോമാണ് ഈ ചർച്ചകൾ എന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊരു ടൂളായിട്ട് വിശേഷിപ്പിക്കാം. ഫോർ ഡിസ്കഷൻസ് ആൻഡ് നെഗോഷിയേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് വൈഡ്ലി ഇൻ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസ്. സോ നമുക്കറിയാം ഈ ചർച്ചകൾ എന്ന് പറയുന്ന ഈ ടൂള് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്ലേസ് ചെയ്ത് ഇൻഡസ്ട്രിയൽ വ്യവസായ സംരംഭങ്ങളിലൊക്കെ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ചർച്ച നടത്തുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പ്രോബ്ലംസ് അറിയാനും അതിനെന്താണ് കറക്ഷൻ നടപടി എന്നൊക്കെ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനൊക്കെ ആയിട്ട് എളുപ്പം സാധിക്കും. സോ എന്താണ് ഇവിടെ പറയുന്നു പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് അല്ലെ. അവിടെ തൊഴിലാളികളുടെ വർക്കേഴ്സിന്റെ ഇൻട്രസ്റ്റിനാണ് സംരക്ഷണം കൊടുക്കുന്നത്. ആ വർക്കേഴ്സിന്റെ ഇൻട്രസ്റ്റിന് സംരക്ഷണം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സിന്റെ പ്രോബ്ലംസ് വരുമ്പോഴാണ് ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അവര് പ്രോബ്ലംസ് ഷെയർ ചെയ്യുന്നത്. സോ അവരുടെ താല്പര്യത്തിലേക്കാണ് ഒരു എഗ്രിമെന്റ് എത്തിപ്പെടുന്നത്. ദെൻ ആ എഗ്രിമെന്റ് ആണ് റൂൾസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നെഗോഷിയേഷന് അല്ലെങ്കിൽ ഈ കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സിന് നമുക്ക് പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ആരെ ഇൻഡസ്ട്രികൾക്കാണ് ഇവിടെ പ്രാധാന്യം വരുന്നത്? നമുക്കറിയാം ബോത്ത് ഓഫ് തമ്മിലെ ഇൻഡസ്ട്രികൾക്കും താല്പര്യം ഉണ്ടെങ്കിലാണ് ഒരു എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അല്ലെ. അതായത് എംപ്ലോയർക്കും എംപ്ലോയിക്കും സ്വീകാര്യമാകണം ഈ ചർച്ചകളിൽ ഒരു എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടണമെങ്കിൽ. അങ്ങനെ വരുമ്പോഴാണ് അവിടെ അല്ലെ മുന്നോട്ട് പോകാനായിട്ട് സമാധാനപൂർവ്വമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. സോ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു സവിശേഷത പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ്.
ലാസ്റ്റ് പോയിന്റ് നോക്കിയാൽ ഇന്റഗ്രൽ പാർട്ട് എന്താണ് അവർ അവിഭാജ്യ ഘടകമാണെന്ന് പറയുന്നത്. It is an integral part of the industrial society as it is a technique which makes an effort to reconcile the needs and objectives of workers and employees. ഓക്കെ, നമുക്കറിയാം തൊഴിലാളികളുടെ അവകാശങ്ങൾ മാത്രമല്ല, ആഗ്രഹങ്ങൾ മാത്രമല്ല അവിടെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകുന്നത്. തൊഴിലാളി പറയുന്ന എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാത്കരിച്ചു കൊടുക്കാനൊന്നും തൊഴിലുറപ്പ് തയ്യാറാവണമെന്നില്ല. തയ്യാറാവോ? നമ്മൾ എന്തൊക്കെ ആവശ്യപ്പെട്ടാലും അതെല്ലാം ചെയ്തു കൊടുക്കാൻ തയ്യാറാവുമോ? തയ്യാറാവോ എംപ്ലോയേഴ്സ്? ഉണ്ടാവില്ല അല്ലെ? കാരണം അവരിപ്പോ എന്തെങ്കിലും അവകാശം വെച്ചോണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇൻഡസ്ട്രി. ഇതൊരു അവിഭാജ്യ ഘടകമാണ് ഈ കളക്ടീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഇതൊരു ടെക്നിക്കാണ് അല്ലെ, വിച്ച് മേക്ക് ആൻ എഫോർട്ട് ടു റീകൗൺസിൽ ദ നീഡ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ്. അവിടെ എന്താണ് അവകാശങ്ങൾ അല്ലെങ്കിൽ എന്താണ് ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഇതൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ ഒന്നുകൂടി മാറ്റി മറിച്ചു കൊണ്ടുവരും. കാരണം നമുക്കറിയാം അവിടെ എന്തെങ്കിലും ചർച്ചയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനൊരു മറുഭാഗം ഉണ്ടാവും. സോ ഒരു ഭാഗം അവര് പറയുന്ന കാര്യങ്ങൾക്ക് വിമർശനാത്മകമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ നിർദ്ദേശിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് വർക്കേഴ്സിനും എംപ്ലോയേഴ്സിനും ഒരു നല്ല രീതിയിലുള്ള ഒരു ടെക്നിക്ക്, അതായത് വീണ്ടും വീണ്ടും ആവശ്യങ്ങൾ ആഗ്രഹങ്ങളൊക്കെ മാറ്റിമറിച്ച് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത് കളക്ടീവ് ബാർഗൈനിങ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. സോ ഇന്റഗ്രൽ പാർട്ടാണ്, ഒരു അവിഭാജ്യ ഘടകമായിട്ടാണ് നിലകൊള്ളുന്നത് അല്ലെ. സമാധാനപൂർണമായിട്ട് നമുക്കറിയാം ഓർഗനൈസേഷന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ ചർച്ചകൾ ആവശ്യമാണ്. ഏതൊരു ഇൻഡസ്ട്രിയിലാണെങ്കിലും ഡിഫറെന്റ് പീപ്പിൾസ്, ഡിഫറെന്റ് ഏജ്, ഡിഫറെന്റ് നോളജ്, സ്കില്ലും എല്ലാം അല്ലെ, എല്ലാം ഫാമിലിക്ക് ബാക്ക്ഗ്രൗണ്ടും എല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ളവരാണ് വരുന്നത്. സോ അവിടെ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കളക്ടീവ് ബാർഗൈനിങ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്, വായിച്ചു നോക്കാം. നമുക്ക് ഒബ്ജക്റ്റീവ്സും ഇമ്പോർട്ടൻസും ഓക്കെ അധികം ക്വസ്റ്റ്യൻസ് ഇല്ല, ജസ്റ്റ് വായിച്ചു പോവാം. പാരത്തേറ്റ് പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് തന്നെ വെക്കുക. അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് കളക്ടീവ് ബാർഗൈനിങ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് കളക്ടീവ് ബാർഗൈനിങ്.
Objectives of collective bargaining are as follows. To give opportunity to workers to participate. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് to give opportunity to workers to participate. വർക്കേഴ്സിനും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉള്ള ഒരു അവസരം അല്ലെ, ഒരു സാഹചര്യം അവിടെ അവൈലബിൾ ആക്കാണ്. നമുക്കറിയാം അവിടെ തൊഴിലാളികളാണ് ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്നത്. സോ അവർക്കൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നമ്മൾ കണ്ടു കളക്റ്റീവ് ബാർഗൈനിങ്ങില് തൊഴിലാളികൾ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ആ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നത് അല്ലെ. In the absence of a collective bargaining, the workers were unable to participate in the program and express their views in front of the management. ഇങ്ങനൊരു ചർച്ച നടത്താമെന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഒന്നും ഇല്ല എങ്കിൽ എംപ്ലോയീസിന്റെ തൊഴിലാളികളുടെ എന്തെങ്കിലും കാഴ്ചപ്പാടുകളോ പ്രശ്നങ്ങളോ ഒന്നും കൃത്യമായിട്ട് മാനേജ്മെന്റിന്റെ മുമ്പിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവില്ല. It has provided them an opportunity where they can give valuable suggestions about work and contribute towards the programs. സോ നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് അങ്ങനെ അല്ലെ നല്ല വിലപതിക്കുന്ന നിർദ്ദേശങ്ങള് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഗ്രാംസുകളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ കിട്ടത്തക്ക വിധത്തില് അതിനുള്ള അവസരങ്ങളൊക്കെ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ഒരുക്കുന്നത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് വരുമ്പോൾ തൊഴിലാളികളോട് ചിലപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കുന്നു, അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കിട്ടുകയാണ്. ആ ടൈമിൽ അവര് ഇന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഡ്യൂട്ടി ചെയ്യാം, അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും, അതല്ലെങ്കിൽ ഇതിന് ഇതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ഞങ്ങൾക്ക് അവൈലബിൾ അല്ല, അത് ഞങ്ങളുടെ പ്രശ്നമാണ്, അത് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അത് യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ചെറിയ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ അത് ചെയ്യാൻ സാധിക്കും. സോ അവരുടെ വ്യൂ പോയിന്റ്സ്, അവരുടെ പ്രോബ്ലംസ് എന്താന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് മാനേജ്മെന്റിനെ അറിയിക്കാനായിട്ട് അതിനുള്ള പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമുകൾ അത് ഒരുക്കി കൊടുക്കുന്നു. സോ അത് കൃത്യമായിട്ട് തന്നെ ആ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് തൊഴിലാളികൾ തയ്യാറാവുകയും ചെയ്യും. The workers' suggestions may prove to be very useful for the organization as they are well aware of the real picture of the working condition. നമുക്കറിയാം അല്ലെ, നല്ല രീതിയിൽ വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെ, വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ആ വർക്ക് ചെയ്യുന്നവർക്ക് തന്നെയാണ് അല്ലെ, അത് തൊഴിലാളികൾ തന്നെയാണ്. സോ അവർക്ക് കൃത്യമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കുന്നു. They also have a good knowledge about their work and the real picture of the working condition. നമുക്കറിയാം അവർക്ക് ആയിരിക്കും നല്ല മതിയായ അറിവുണ്ടാവുക അല്ലെ, ആ ഒരു പിക്ചർ വർക്കിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ പിക്ചർ എന്താണെന്നും ആ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയാണ് വേണ്ടതൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് ആ വർക്കേഴ്സിന് തന്നെയായിരിക്കും. They also have a good knowledge about their work and the manner it is to be done. Okay, നമുക്കറിയാം ആ നോളജ് അനുസരിച്ചിട്ട് തന്നെ ഇവർ പങ്കുവെക്കുമ്പോൾ സോ നമുക്കറിയാം അത് കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ അവൈലബിൾ ആക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ തന്നെ അത് മൂവ് ചെയ്യാൻ സാധിക്കും. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഹെൽപ്സ് ഓർഗനൈസേഷൻസ് ടേക്കിംഗ് റൈറ്റ് ആൻഡ് ഇൻഫോംഡ് ഡിസിഷൻസ്. ഓക്കെ, നല്ല കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഇൻഫോർമേഷൻസ് അല്ലെ, അറിവുകൾ പങ്കുവെക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഡിസിഷൻസ് ഒക്കെ എടുത്തു പോകാനായിട്ട് ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നമുക്കറിയാം കാരണം എന്തുകൊണ്ടാണ് അതിന് അങ്ങനെ പറയാൻ സാധ്യത വരുന്നത്, എംപ്ലോയീസ് ആണ് ആക്ച്വലി റിയൽ ആക്ടേഴ്സ്. ഇവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് എംപ്ലോയീസ് ആണ്. സോ അവരാണ് കൃത്യമായിട്ട് ഏത് രീതിയിലുള്ള ഇൻഫോർമേഷൻസ് പങ്കുവെക്കണമെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായിരിക്കും. അതനുസരിച്ച് ഡിസിഷനൊക്കെ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓർഗനൈസേഷന് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം അവർക്ക്
അവരുടേതായിട്ടുള്ള റിയൽ പിക്ചർ പങ്കുവെക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ് നോക്കിയാണെങ്കിൽ ടു ഇംപ്രൂവ് മാനേജ്മെന്റ് വർക്കർ റിലേഷൻഷിപ്പ്. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ടു ഇംപ്രൂവ് മാനേജ്മെന്റ് വർക്കർ റിലേഷൻഷിപ്പ്. നോക്കാം, മാനേജ്മെന്റ് വർക്കർ റിലേഷൻഷിപ്പ് ഇസ് സ്ട്രെങ്തൻഡ് ബൈ കളക്റ്റീവ് ബാർഗൈനിങ്. അതായത് നല്ലൊരു ബന്ധം, അവിടെ വ്യവസായ ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് മാനേജ്മെന്റിനും തൊഴിലാളികൾക്കൊക്കെ സാധിക്കുന്നതാണ്. ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം വലിയ പ്രശ്നമില്ലാത്തൊക്കെ അത് പരിഹരിച്ചു പോകും അല്ലെ, പറഞ്ഞു തന്നെ വിധിത്തിരുത്ത് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോ തന്നെ നമുക്കറിയാം നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെ. ഇടയ്ക്കെങ്കിലും അവരെ നേരി കണ്ടുകൊണ്ട് തൊഴിലുടമയോട് ബാർഗൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുമ്പോൾ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ്. തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്കാണെങ്കിലും എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം എന്നൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയാനൊക്കെ ആയിട്ട് സാധിക്കും. സോ ടു ഇംപ്രൂവ് മാനേജ്മെന്റ് വർക്കർ റിലേഷൻഷിപ്പ്, there is a better understanding of each other's views and a recommendation leading to greater cooperation. Okay, point കൂടി നോക്കാം. Barriers of communication can be eliminated by face-to-face interactions between management and workers. അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബാരിയേഴ്സ്, തടസ്സങ്ങളെല്ലാം എലിമിനേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, ഒഴിവാക്കി കിട്ടാനായിട്ട് ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ എവിടെയും അങ്ങനെ തന്നെയാണ് അല്ലെ. എന്താണ് ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുമ്പോൾ എന്താണ് തടസ്സങ്ങളില്ല, അവരോട് നേരിട്ട് ബന്ധപ്പെടാനൊന്നും തടസ്സമില്ല. അപ്പൊ എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യാം അല്ലെ. അവർക്കാണെങ്കിലും തൊഴിലുടമയ്ക്കാണെങ്കിലും എന്ത് വേണമെങ്കിലും അവരോട് ചോദിക്കാം. അപ്പൊ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഏത് നേരം കളക്ട് ചെയ്യുമ്പോൾ അതനുസരിച്ച് തീരുമാനങ്ങളൊക്കെ മാറ്റിമറിക്കാനൊക്കെ സാധിക്കും. സോ നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും പറയാൻ മാനേജ്മെന്റ് വർക്കർ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻഡ് ബൈ കളക്റ്റീവ് ബാർഗൈനിങ്. Barriers of communication can be eliminated face-to-face interactions between management and workers. There is a better understanding of each other's views and recommendations leading to greater cooperation. ഓക്കെ, നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ മാതിരി നല്ല രീതിയിലുള്ള ആ ഒരു പ്ലാറ്റ്ഫോം അവിടെ വരുമ്പോഴാണ് അവിടെ ഇൻഫ്ലുവൻസുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എന്താ നല്ല സഹായിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് അവിടെ വരുന്നത്. There is a lesser doubt and substitutions on each other as the worker know the position of the management and the vice versa. നമുക്കറിയാം എന്തെങ്കിലും ഡൗട്ടുകൾ വർക്കേഴ്സിന്റെ മാനേജ്മെന്റിന്റെ ഒരു പൊസിഷൻസുകളൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്ത് പോകാൻ സാധിക്കും. റീസൺസ് ഫോർ ദിയർ ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻസ്. സോ നമുക്കറിയാം ഇവിടെ ആശയങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലെ, വ്യത്യസ്ത പേഴ്സൺസിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഏറ്റവും മികച്ചത് ഏതെന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് നമുക്കറിയാം ആ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് വരുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള നിലപാടുകൾ അവർ ഷെയർ ചെയ്യും. കുറച്ച് ഒരു കൂട്ടര് എംപ്ലോയി, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഓഫ് എംപ്ലോയീസിനെ വെച്ചിട്ടാണ് നമ്മൾ ബാർഗൈൻ ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടായിരിക്കും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അവർ പങ്കുവയ്ക്കും. ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയും. അപ്പൊ ഏറ്റവും മികച്ചതനുസരിച്ചിട്ട് നമുക്ക് തീരുമാനിച്ച് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് ഉള്ള ഒരു അവസരമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. ഓക്കെ അല്ലേ? 2 പോയിന്റ്സ് ഓക്കെ അല്ലേ? വായിച്ചു വിടാട്ടോ.
നെക്സ്റ്റ് പോയിന്റ് നോക്കാം. To resolve industrial disputes. This process involves the joint effort of both workers and the management to solve differences. Hence, it can be an effective methods of resolving industrial disputes. Okay, ഇതൊരു effective method ആണെന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് കാരണം ഇരുകൂട്ടരും ജോയിന്റ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ അല്ലെ, തൊഴിലാളികളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് അവിടെ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. സോ അവിടെ കൃത്യമായിട്ട് ഒരു സൊല്യൂഷൻ, ഏത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിലൊരു സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് ഇത് ഇരുകൂട്ടരും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ തീരുമാനിക്കുമ്പോൾ അത് നല്ലൊരു സൊല്യൂഷൻ ആയിട്ട് വരുന്നു. Both parties get to know each other clearly because of collective bargaining. നമുക്കറിയാം വിലപേശൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ രണ്ട് പാർട്ടീസും കൃത്യമായിട്ട് തന്നെ വിലപേശൽ നടത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈച്ച് ആൻഡ് എവറി പ്രോബ്ലംസ് ഈസ് ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ ആൻഡ് സൊല്യൂഷൻസ് ആർ റീച്ച്ഡ് അക്കോർഡിംഗ്ലി. നമുക്കറിയാം ഏതൊരു പ്രോബ്ലം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്തിട്ടാണ് നമുക്കറിയാം അവിടെ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടുന്നത്, അല്ലെ ഒരു സൊല്യൂഷനിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പറയാണ് ടു റിസോൾവ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്, തർക്കങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് നമുക്ക് ഇതിനെ എടുത്ത് പറയാവുന്നതാണ്. കാരണം വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൈവിട്ട് പോകുമ്പോഴാണ് ആ ഒരു ഇൻഡസ്ട്രിയുടെ ആ പോയിനെ ബാധിക്കുക, അല്ലെ. അപ്പൊ ചർച്ചകൾ സംഘടിപ്പിച്ച് അത് നടപ്പാക്കി പോവുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് സ്ട്രൈക്കിലോ ലോക്കൗട്ടിലോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇടപെടലോ ആവശ്യമായിട്ട് വരില്ല. വളരെ എളുപ്പത്തിൽ തന്നെ അത് പരിഹരിച്ചു പോകാനായിട്ട് സാധിക്കുന്നതാണ്. Then fourth point നോക്കുകയാണെങ്കിൽ എന്താണ്, to give benefits to employees. ഫോർത്ത് പോയിന്റിലേക്ക് പോകാലോ. ഫോർത്ത് പോയിന്റ് എന്താണ്, ടു ഗീവ് ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസ്, അല്ലെ. എംപ്ലോയീസിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. An important objectives of a collective bargaining is to discuss the various fringe benefits with which employees are concerned. ഓക്കെ, നമുക്കറിയാം ഇങ്ങനെ ചർച്ചകളൊക്കെ വരുമ്പോഴായിരിക്കും ഓക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിഷ്യൽ പാക്കേജുകൾ വരുന്നത്, അല്ലെ. ചിലപ്പോ നമ്മൾ നേരത്തെ പണ്ട് പറയുന്ന മന്ത്രി തന്നെ നമ്മള് നേരത്തെ, അതായത് നമ്മൾ ഡിസ്കസ് ഫ്രഞ്ച് ബെനിഫിറ്റ്സിന്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോ 3 തരത്തിലും ഫ്രഞ്ച് ബെനിഫിറ്റ്സ് കൊടുക്കാമെന്ന് പറഞ്ഞു. അതുമായി ഓർക്കുന്നുണ്ടോ? ഏതൊക്കെ തരത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞത്? 3 തരത്തിൽ കൊടുക്കാന്ന് പറഞ്ഞില്ലേ ഫ്രഞ്ച് ബെനിഫിറ്റ്സുകൾ? ഓർക്കണ്ടോ? അത് ഏതൊക്കെ തരാമെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ ചെറുതായിട്ട്? ഫസ്റ്റ് തന്നെ എടുത്തതാണ് ഫ്രഞ്ച് ബെനിഫിറ്റ്സ്. നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവോ ഒന്ന് ജസ്റ്റ് നോക്കട്ടെ. ഏതൊക്കെ തരത്തിലാണ് ബെനിഫിറ്റ്സ് കൊടുക്കാന്ന് പറയുന്നത്? തൊഴിലുടമ എങ്ങനെയാണ് ബെനിഫിഷ്യൽ പാക്കേജുകൾ അവൈലബിൾ ആക്കുന്നതെന്ന് പറയുന്നത് ഓർമ്മയിലോ നോക്കാം. ഓർത്തൊന്ന് ടൈപ്പ് ചെയ്യാം. 2 മിനിറ്റ്.
നിങ്ങൾ ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ ഡിഫറെന്റ് ബെനിഫിറ്റ്സ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം തന്നെ എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കാറുണ്ടോ? എല്ലാം തന്നെ എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ടോ? ചിലതൊക്കെ വോളണ്ടറി ആയിട്ട് കൊടുക്കോ? ഇല്ല അല്ലെ. അത് എല്ലാം തന്നെ കൊടുക്കാറില്ല. സ്വമേധയാ കൊടുക്കുന്നതുണ്ട്. ചിലത് സ്റ്റാറ്റ്യൂട്ടറി അല്ലെ, അവിടെ നമുക്കറിയാം നിയമപരമായിട്ട് തന്നെ അവർക്ക് ലഭ്യമാകുന്നതാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ചിലത് ഈ പറഞ്ഞ തൊഴിലുടമ തൊഴിലാളിക്ക് വേണ്ടി സ്വമേധയാ കൊടുക്കില്ല, നിയമപരമായിട്ട് ഇല്ലാത്തതുമാണ്. പക്ഷെ അവര് റിസ്ക് എടുത്ത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തൊഴിലാളിയിൽ നിന്ന് അല്ലെ, തൊഴിലുടമയിൽ നിന്ന് മേടിച്ചെടുക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും അല്ലെ. അതാണ് ഈ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. സോ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? എഫക്റ്റീവ് മെത്തേഡ് ആണ് അല്ലെ. ഇറ്റ് ക്യാൻ ബി ആൻ എഫക്റ്റീവ് മെത്തേഡ് ടു റിസോൾവ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് or the parties get to know each other clearly because collective bargaining. അറിയാം, ആ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വരുമ്പോൾ തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നേടിയെടുക്കാം എന്ന് പറഞ്ഞു. വീണ്ടും പറയുന്നത് to give benefits to employees. An important objectives of a collective bargaining is to discuss various fringe benefits with which employees are concerned. അല്ലെ, നമ്മൾ ഈ പറഞ്ഞ മാതിരി സ്വമേധയെ ലഭ്യമല്ല എങ്കിൽ, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിയമപരമായിട്ടും നമുക്ക് ലഭ്യമല്ല എങ്കിൽ പിന്നെ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുന്നത് ഈ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സിലാണ് അല്ലെ. നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള വർക്കിംഗ് കണ്ടീഷൻ അവൈലബിൾ ആകുന്നില്ല, ഇൻഷുറൻസ് കാര്യങ്ങൾ തീർത്തില്ല, അപ്പൊ അവരെന്തായാലും വിലപേശാൻ തുടങ്ങും. അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് അവരൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു. ആ ഒരു പ്ലാറ്റ്ഫോമാണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. സം ഓഫ് ദീസ് ബെനിഫിറ്റ്സ് ആർ പെയ്ഡ് ടൈം ഓഫ് for vacation and illness, retirement funds, basic health care and expanded health care with the fact. Okay, നമ്മൾ പറഞ്ഞ ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ നേടിയെടുക്കാനായിട്ട് അങ്ങനെ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് പ്ലാറ്റ്ഫോം വരുമ്പോൾ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും? എംപ്ലോയറെ കൊണ്ട് സമ്മതിപ്പിക്കും അല്ലെ. എംപ്ലോയിക്ക് ഇന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ലഭ്യമാകേണ്ടതാണ്. അതായത് ഞങ്ങൾ ഇത്രയും പാർക്കിംഗ് കണ്ടീഷൻ, പാർക്കിംഗ് ഇത്രയും ബുദ്ധിമുട്ടേറി ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ വേണം അല്ലെ. സ്വമേധയാ തന്നില്ലെങ്കിലും നിയമപരമായിട്ട് കിട്ടിയില്ലെങ്കിലും അവരെ കളക്റ്റീവ് ബാർഗൈനിങ് നടത്തി തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. സോ ഇമ്പോർട്ടൻസില് ഫോർത്ത് പോയിന്റ് ആയിട്ട് പറയുന്നത് ടു ഗിവ് ദ ബെനിഫിറ്റ് ടു എംപ്ലോയീസ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അല്ലെ, ആ കുറച്ച് കാര്യങ്ങൾ കൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. സോ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്. ആ ഒരു പിക്ചേഴ്സിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ നോക്കി 4 പോയിന്റ്സ് ആണ് ഒബ്ജക്റ്റീവ്സ് വരുന്നത്. അപ്പോൾ പല ഹെഡിങ്സ് വരുന്നത് കൊണ്ട് തന്നെ ഹെഡിങ് മാറാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ഒബ്ജക്റ്റീവ്സിൽ പറയുന്ന 4 കാര്യങ്ങൾ. ഫസ്റ്റ് പോയിന്റ് ടു ഗീവ് ഓപ്പർച്യൂണിറ്റി ടു വർക്കേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ടു ഇംപ്രൂവ് മാനേജ്മെന്റ് വർക്കർ റിലേഷൻഷിപ്പ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നു, റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുണ്ട് അല്ലെ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു, സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ, ഡിസ്പ്യൂട്ടുകളൊക്കെ റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഫോർത്ത് പോയിന്റിലാണ് നമ്മൾ ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് അല്ലെ, ടു ഗീവ് ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തീർക്കാനും ഇതുകൊണ്ട് ലക്ഷ്യമിടും. ഓക്കെ, നെക്സ്റ്റ് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് ആണ്. ഓക്കെ, അത് 3 മെയിൻ ഹെഡിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കറിയാം കളക്റ്റീവ് ബാർഗൈനിങ് നടത്തുമ്പോൾ സൊസൈറ്റിക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ എംപ്ലോയീസിനും അതിന്റെ ഗുണങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു, പിന്നെ എംപ്ലോയേഴ്സിനും സാധിക്കും. അപ്പൊ എംപ്ലോയീസിനും സൊസൈറ്റിക്കും കളക്റ്റീവ് ബാർഗൈനിങ് കൊണ്ട് ഗുണങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ നോക്കുക, സൊസൈറ്റിക്ക് എങ്ങനെയാണ് കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് ഇമ്പോർട്ടന്റ് ടു സൊസൈറ്റി ഇൻ ദ ഫോളോയിങ് വേസ്. ഫസ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ കളക്റ്റീവ് ബാർഗൈനിങ് ഹെൽപ്പ് ഇൻ ഡിവൈഡിങ് ദ benefits derived from industry equally among all the stakeholders, which include the employees, the unions, the management, the customers, the suppliers and the public. Okay, നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ തൊഴിലുടമയ്ക്ക് തൊഴിലാളികൾക്ക് മാത്രമല്ല ഗുണകരമായിരിക്കുന്നത് അല്ലെ. അവിടെ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന യൂണിയനുകളൊക്കെ യൂണിയനുകളൊക്കെ പേര് കേൾക്കുന്നത് തന്നെ ചിലപ്പോൾ ആണെങ്കിൽ നമുക്കറിയാം ഈ എംപ്ലോയീസിന്റെ കാര്യങ്ങളൊക്കെ സാക്ഷാത്കരിച്ചു കൊടുക്കാനായിട്ട് മുൻനിരയിൽ നിന്നുകൊണ്ടൊക്കെ തന്നെയായിരിക്കും. സോ മാനേജ്മെന്റിനും എംപ്ലോയീസിനും അതേപോലെ തന്നെ
നമുക്കറിയാം ഏത് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണെങ്കിലും സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും അതിന്റെ ഉപഭോക്താക്കളുണ്ട് അല്ലെ, കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാകുന്നു, സപ്ലയേഴ്സ് ആൻഡ് പബ്ലിക്. ഓക്കെ, ഇതിന്റെ ഉള്ളില് അപ്പൊ വിവിധങ്ങളായ കാര്യങ്ങളുണ്ട്. അത് ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അത് സ്ഥാപിച്ചെടുക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവരെ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തൊഴിലാളികള്, അവരെ ഹെൽപ്പ് ചെയ്യാൻ യൂണിയനുകള്, തൊഴിലുടമയെ ഹെൽപ്പ് ചെയ്യാൻ മാനേജ്മെന്റ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് പബ്ലിക്. ഓക്കെ, ഇതെല്ലാം പെടുന്നതാണ് ഈ പറഞ്ഞ കാര്യം അല്ലെ, ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ അവർക്കെല്ലാം തന്നെ ഓരോരോ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റുന്നത് ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് എന്ന പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, കളക്റ്റീവ് ബാർഗൈനിങ് എന്ന പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ, അത് ലാസ്റ്റ് ആണ് ആ പ്രോസസ്സ് എന്താണെന്നത് പഠിപ്പിക്കുന്നത്, പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്. പക്ഷെ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട് കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ളത് ഇരുകൂട്ടരിൽ നിന്ന് ചർച്ച നടത്തി അല്ലെ, അവരെ വിലപേശി അവരവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ സൊസൈറ്റിയിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വണ് എല്ലാവരും ഉൾപ്പെടുന്നതാണ് ഈ സൊസൈറ്റി, സമൂഹം എന്ന് പറയുന്നത്. സോ സമൂഹത്തിൻ്റെതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. സെക്കൻഡ് പോയിന്റ് പറയുകയാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ ഓഫ് ഇൻഡസ്ട്രിയൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് ബേസ്ഡ് ഓൺ സിവിൽ റൈറ്റ്സ് ഫോളോഡ് വിത്ത് ദ ഇൻഡസ്ട്രി. നമ്മൾ ഈ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് കഴിയുമ്പോൾ ആദ്യം ചിലപ്പോൾ ചർച്ച ആവശ്യപ്പെടും, ചിലപ്പോൾ ചർച്ചകൾക്ക് ഒരു തീരുമാനം ഉണ്ടാവും. ഇതാണ് ഈ എഗ്രിമെന്റ് ആണ് അവസാനം നമുക്കറിയാം നിയമങ്ങളൊക്കെ ആയിട്ട് പ്രാബല്യത്തിൽ വരുന്നത് അല്ലെ. അത് ചിലപ്പോ ഒക്കെ തൊഴിലുടമയും തൊഴിലാളികളും മാനേജ്മെന്റ് യൂണിയനൊക്കെ ഇടപെട്ടുകൊണ്ട് ചർച്ചയൊക്കെ തീരുമാനത്തിലെത്തും. ചിലപ്പോഴാണെങ്കിൽ ഗവൺമെന്റ് കൂടി ഇൻവോൾവ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അങ്ങനെ അവസാനം അതൊരു നിയമമായിട്ട് പ്രാബല്യത്തിൽ വന്നിട്ടാണ് സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. സോ എന്താണ് പറയുന്നത്, it help to create a structure of industrial laws and regulations based on civil rights followed in the industry. ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വഴിയാണ് ഈ പറഞ്ഞ അല്ലെ ഒരു നിയമങ്ങളും നടപടിക്രമങ്ങളൊക്കെ ഫോം ചെയ്യുന്നത്. ഓൾസോ മേക്ക് ഷുവർ റാൻഡം ഡിസിഷൻസ് ആർ അവോയ്ഡഡ് ആൻഡ് റൂൾസ് ആണ് ഫോളോഡ് അല്ലെ. എന്താ പറയാ, ഒറ്റപ്പെട്ട ചില തീരുമാനങ്ങളൊന്നും എടുത്തു പോകുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ, നിയമങ്ങൾ നടപടിക്രമങ്ങൾ എന്താണോ അതിനോട് അനുബന്ധമായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നു. തേർഡ് പോയിന്റ് നോക്കാം, ഹെൽപ്സ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ഇൻഡസ്ട്രിയൽ പീസ് ഇൻ ദ കൺട്രി. രാജ്യത്തിന് നമുക്കറിയാം വലിയ കുഴപ്പമില്ലാതെ ചർച്ചകൾക്ക് മുൻകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം വ്യവസായം വരെ സമാധാനത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോർത്ത് പോയിന്റ്, it leads to an ambiguous industrial environment which removes the problems in the path of a nation's economic and social development. സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ വികസനത്തിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോഴുണ്ടാകുന്ന പ്രോബ്ലംസിനെയൊക്കെ നമുക്കറിയാം ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് എന്ന പ്ലാറ്റ്ഫോം കൊണ്ടാണ് ഒഴിവാക്കാനായിട്ട് പറ്റുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് ഇത് ഓൾസോ ഗിവ്സ് ദ പ്രൊസീജിയർ to regulate the employment conditions of employees. Okay, അതായത് നമുക്കറിയാം അല്ലെ എംപ്ലോയ്മെന്റിന് റെഗുലർ ആയിട്ട് തന്നെ നമുക്കറിയാം ഒരു നടപടിക്രമങ്ങൾ ചട്ടക്കൂടൊക്കെ അത് കൃത്യമായിട്ട് ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഈ കളക്റ്റീവ് ബാർഗൈനിങ് ഇവിടെ അവസരം. സൊസൈറ്റിക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ജസ്റ്റ് ആ 5 പോയിന്റ്സ് വായിച്ചു പോവുക.
സെക്കൻഡ് പോയിന്റിലേക്ക് നോക്കാം. എംപ്ലോയീസ് ക്ലിയർ അല്ലേ? വായിച്ചു പോകാവുന്ന കാര്യമുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. എംപ്ലോയീസ് കളക്ടീവ് ബാർഗൈനിങ് is important to employees in the following ways. The employees are utilized with the feeling of responsibility towards their work and have a high self-esteem as a result of a collective bargaining. ഓക്കെ, അവരവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ടാസ്ക് ഒക്കെ അറ്റൈൻ ചെയ്തു അങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടിയിട്ടായിരിക്കും അവര് കളക്ടീവ് ബാർഗൈനിങ് പ്ലാറ്റ്ഫോമിൽ ബാധിക്കുന്നത്. സോ ആൻഡ് ഹാവ് എ ഹൈ സെൽഫ് എസ്റ്റീം ആൻഡ് റിസൾട്ട് ഓഫ് കളക്ടീവ് ബാർഗൈനിങ്. അങ്ങനെ അതിനുള്ള അംഗീകാരങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ചർച്ചയിലൂടെയും അവർക്ക് ലഭ്യമാവുകയും ചെയ്യും. Then second point നോക്കുകയാണെങ്കിൽ as the bargaining capacity of the group increases, it makes the workers more powerful. Bargaining capacity increase ചെയ്യാനായിട്ട് സാധ്യതയാകുന്നത് എപ്പോഴാണ്? എംപ്ലോയീസിന് ബാർഗൈനിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് എപ്പോഴാണ് സാധിക്കുന്നത്? എപ്പോഴാണ് സാധിക്കാം? എന്തെങ്കിലും മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അവർക്ക് സാധ്യമാകുമോ എംപ്ലോയീസിന്? എംപ്ലോയീസ് എന്തിനെങ്കിലും മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അവർക്ക് ബാർഗെയിനിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യോ? ചെയ്യില്ല. യെസ്. എപ്പോഴാ? ട്രേഡ് യൂണിയനിൽ അല്ലെ? ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് ഇടുമ്പോൾ അവർക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള പവർ കൂടും അല്ലെ? ഇറ്റ് മേക്സ് ദ വർക്കേഴ്സ് മോർ പവർഫുൾ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആസ് ദ ബാർഗെയിനിങ് കപ്പാസിറ്റി ഓഫ് ദ ഗ്രൂപ്പ് ഇൻക്രീസസ്, അവർക്ക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് എംപ്ലോയീസിന് അവിടെ ഇൻക്രീസ് ചെയ്യാണ്. നമുക്കറിയാം മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുമ്പോൾ അവര് ട്രേഡ് യൂണിയനിൽ, സോ അവര് പവർഫുൾ ആയിട്ട് തന്നെ ബാർഗെയിനിങ് ചെയ്യും. Then the employees become more efficient and have greater enthusiasm towards work. അല്ലെ? ഇവിടെ തീർച്ചയായിട്ടും പറയാണ് എഫിഷ്യന്റ് ആയിട്ട് നല്ല രീതിയിൽ നല്ല ഫലപ്രദമായ രീതിയിൽ തന്നെ എംപ്ലോയീസിന് അവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ വർക്കിന്റെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Then keep a check on random decisions of the management which affect the employees based decisions of the management are also discouraged. നമുക്കറിയാം അവിടെ ചിലതിനൊന്നും പ്രാധാന്യം കൊടുക്കില്ല. കാരണം അവിടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ബാർഗെയിൻ ചെയ്യാനുള്ള കാര്യത്തിനായിരിക്കും അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ ഡിസ്കഷനൊക്കെ ആയിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് എപ്പോഴും ഫലവത്തായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. ട്രേഡ് യൂണിയൻ മൂവ്മെന്റ് becomes stronger with the increasing support of employees. എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ട്രേഡ് യൂണിയനുകളാണ് നമുക്കറിയാം അതിലെ വിലപേശിൽ നടത്തുന്നത്. ട്രേഡ് യൂണിയന്റെ ആ പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവർ ബാർഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. Then make the management assemble for എന്താണ് accessible for workers to share their concerns and negotiation on relevant issues for their benefits. Okay, നമുക്കറിയാം വർക്കേഴ്സ് ഷെയർ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് അവിടെ ചർച്ചയിൽ റെലവെന്റ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ അല്ലെ ആ പ്രോബ്ലംസുകൾക്കൊക്കെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ഇഷ്യൂസുകളൊക്കെ തറാൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. സോ എംപ്ലോയീസിനും ഈ കളക്ടീവ് ബാർഗെയിനിങ് പ്ലാറ്റ്ഫോം ഹെൽപ്ഫുൾ ആണ്. കാരണം അത് അങ്ങനെ നിലകൊള്ളുന്നത് കൊണ്ടാണ് അവര് ബുദ്ധിമുട്ടുകളൊക്കെ എന്താണെന്നുള്ളത് മാനേജ്മെന്റിൽ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി നോക്കാം. കളക്ടീവ് ബാർഗെയിനിങ് ഹെൽപ്സ് ഇൻ അഡ്രസ്സിംഗ് ദ grievances of workers in a timely manner. ഓക്കെ, നമുക്കറിയാം പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാനായിട്ട് തന്നെ ശ്രമിക്കണം അല്ലെ? അപ്പൊ കളക്ടീവ് ബാർഗെയിനിങ് കൊണ്ട് അത് സാധ്യമാണ്. അപ്പൊ അവിടെ പറയുന്നുണ്ട് എന്താണ് ചാൻസ് ഓഫ് കംപ്ലീറ്റ് അനലൈസ് ഫ്രം വേജസ് ആൻഡ് എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ് എക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഇൻ ദ ഇൻഡസ്ട്രീസ് ആണ് മിനിമൈസ്ഡ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വരുന്നതനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടണം അല്ലെ? അല്ലെങ്കിൽ മതിയായ രീതിയിലുള്ള വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് ആ പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ടാണ് അതിന്റെ റിസൾട്ട്. അതിന്റെ പരിണത ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള വേജസ് കൂട്ടി തരികയും അതല്ലെങ്കിൽ
എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ് ഒക്കെ മോസ്റ്റ്ലി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുകയും എക്കണോമിക് ആൻഡ് അഡ്വാൻസ്മെന്റ്സ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ആർ മിനിമൈസ്ഡ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ വരുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നേറാനായിട്ടൊക്കെ പറ്റുന്നത് തീർച്ചയായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ്. അതേപോലെ തന്നെ ആ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് എന്ന ഇതിൽ വരുമ്പോൾ ഇരുകൂട്ടരും നമ്മുടെ പരസ്പരം നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലെ ഒരു എഗ്രിമെന്റ് എത്തുന്നത് കൊണ്ടാണ് അത് സാധ്യമാക്കുന്നത്. ഓക്കെ, ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഒന്ന് ഹെഡിങ് ജസ്റ്റ് മനസ്സിലാക്കുമ്പോ തന്നെ അതിനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ, മനസ്സിലാക്കി പോകാനായിട്ട്. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ ഇൻഡസ്ട്രിയൽ പീസ് എന്താ കൺട്രി അത് എങ്ങനെ ഫോം ചെയ്യാനായിട്ട് പറ്റുക, അങ്ങനെ ഓപ്ഷനിൽ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന പ്രോസസ് വഴി പറ്റുമോ? അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ പീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ആ രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇൻഡസ്ട്രിയൽ പീസ് ഇൻ ദ കൺട്രി, കൺട്രിയിൽ സമാധാനം കൊണ്ടുവരാനായിട്ട് അതുകൊണ്ട് സാധിച്ചു, ആ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് എന്ന പ്രോസസ് കൊണ്ട് സാധിച്ചു എന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ചെറിയ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നടക്കുന്ന ടോപ്പിക് എടുക്കുക. വയ്ക്കണോ? അശൂർണോ? വായിച്ചു പോവാ. ഒരു പോയിന്റ് കൂടി നിർത്താം. എംപ്ലോയേഴ്സ് തൊഴിലുടമയ്ക്ക് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്? It leads to higher collective bargaining is important to employees in the following ways. It leads to higher levels of output contributed by motivated workforce which can freely communicate with the employer and can also bargain with the employers for increased incentives. ഓക്കെ, നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ ഫ്രണ്ട്ലി ബെനിഫിറ്റ്സ് ഒന്നും അവർക്ക് ലഭ്യമല്ലെങ്കിൽ അവരിങ്ങനെ കൃത്യമായിട്ട് പ്ലാറ്റ്ഫോമിൽ കൊണ്ട് തന്നെ അല്ലെ നമുക്ക് ഇന്ന വർക്കിംഗ് കണ്ടീഷൻ വേണം, അതിന്റെ സാലറി കൂട്ടി തന്നെ വർക്കിംഗ് അവേഴ്സ് ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ വരികയാണ്, നല്ല ഫ്രീലി കമ്മ്യൂണിക്കേറ്റ് അല്ലെ. അവിടെ തൊഴിലുടമയ്ക്കായിട്ട് ഫ്രീ ആയിട്ട് തന്നെ ആശയവിനിമയം നടത്താനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നു. അങ്ങനെ വരുമ്പോഴെന്താണ് തൊഴിലുടമ ഈ ബാർഗൈനിങ് അനുസരിച്ചിട്ട് തന്നെ അവർക്കുള്ള അവകാശങ്ങളൊക്കെ സ്ഥാപിച്ചു കൊടുക്കുന്നു. അതനുസരിച്ചിട്ട് വരുമ്പോഴെന്താണ് എംപ്ലോയീസ് ഹാപ്പി ആയിരിക്കും. സോ അവരുടെ ഔട്ട്പുട്ട് നമുക്കറിയാം ഹൈ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അവര് നല്ല എഫേർട്ട് എടുത്തിട്ട് വർക്കുകളൊക്കെ ചെയ്യും. ആ റിസൾട്ട് അനുസരിച്ചിട്ട് ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഇന്ത്യയുടെ ഹയർ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. എന്തുകൊണ്ടാണ് ഹയർ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്? അത് വരാനായിട്ടുള്ള കാരണം മോട്ടിവേറ്റഡ് വർക്കേഴ്സ് വിച്ച് ഫ്രീലി കമ്മ്യൂണിക്കേറ്റ് അല്ലെ. പലതരത്തില് അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കുന്ന ബൂസ്റ്റപ്പ് ആയിട്ടുള്ള ഇൻസെന്റീവ്സും അല്ലെ പലതരത്തിലുള്ള ഫ്രണ്ട്ലി ബെനിഫിറ്റ്സുകളൊക്കെ അവർ ഈ ചർച്ചയിലൂടെ തന്നെ നേടിയെടുക്കുന്നു. അതെ, അങ്ങനെ വരുമ്പോൾ അവരെ ഹാപ്പിയായി ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഉത്പാദിപ്പിക്കുന്നു. സെക്കൻഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ എംപ്ലോയേഴ്സ് ടു റിസോൾവ് എവറി കംപ്ലൈന്റ് ഓഫ് എംപ്ലോയീസ് സെപ്പറേറ്റ്ലി. നമുക്കറിയാം ഓരോ എംപ്ലോയീസിന്റെയും പ്രോബ്ലംസ് സോൾവ് ചെയ്യാന്ന് പറയുന്നത് എന്തായാലും പ്രോബ്ലംസ് ഉണ്ടാവും. ഹ്യൂമൻ ബിഹേവിയർ തന്നെ വ്യത്യസ്തമാണ്. സോ എന്തായാലും പ്രോബ്ലംസുകൾ ഉണ്ടാവാൻ സാധ്യത. അങ്ങനെ ഓരോരുത്തരെ നമുക്ക് കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. സോ കോമൺ ആയിട്ട് this method of finding solutions collectively by bargaining is adopted by the management. തീർച്ചയായിട്ടും മാനേജ്മെന്റ് അപ്പോയിന്റ്മെന്റ് സ്വീകരിക്കുന്ന അല്ലെ കൃത്യമായിട്ട് ബാർഗൈനിങ് ചെയ്യാനായിട്ടുള്ള കളക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് ഒക്കെ അവിടെ ലഭ്യപ്പെടുകയും കൃത്യമായിട്ട് ആ ഒരു നിർദ്ദേശങ്ങൾ പങ്കുവച്ചു പോലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ആ പ്രോബ്ലംസുകൾ എല്ലാം തന്നെ നമുക്കറിയാം സെപ്പറേറ്റ് സോൾവ് ചെയ്യാതെ തന്നെ ഒന്നിച്ചിരുന്ന് ബാർഗൈൻ ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. Then collective bargaining makes employees feel secured, which result in a
lesser attrition, hence the cost of labor turnover of management is reduced. Okay, എപ്പോഴും എംപ്ലോയീസിന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ആക്കുമ്പോൾ അവരുടെ പ്രോബ്ലംസ് അവരുടെ ആഗ്രഹങ്ങളൊക്കെ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതെല്ലാം സ്ഥാപിച്ചു കൊടുക്കുന്നത് കൊണ്ട് എന്താണ് എംപ്ലോയീസ് ഹാപ്പി ആവും. സോ അവർക്ക് ലെസ് അട്രീഷൻ അട്രീഷൻ എന്ന് പറയുന്നത് ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്ന നിരക്ക് കുറവായിരിക്കും. കാരണം അവർക്ക് ഹാപ്പി ആയിരിക്കും ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ട്. ഹെൻസ് ദ കോസ്റ്റ് ഓഫ് ലേബർ ടേൺഓവർ ടു മാനേജ്മെന്റ് ഇസ് റെഡ്യൂസ്ഡ്. നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ വീണ്ടും വേക്കൻസികൾ വരുമ്പോൾ എംപ്ലോയീസിനെ കണ്ടെത്താനുള്ള അല്ലെ റിക്രൂട്ട്മെന്റ് സെലക്ഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യകതയും അതൊരു ചെലവും ഇവിടെ കമ്പനികൾ വഹിക്കേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് അതായത് ഇതേമാതിരി കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സ് അവിടെ കൃത്യമായിട്ട് നടപ്പാക്കി പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ എന്താണ് എംപ്ലോയീസിനായിട്ടുള്ള പ്രോബ്ലംസ് ആഗ്രഹങ്ങളൊക്കെ ഷെയർ ചെയ്യാനും സാക്ഷാത്കരിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെ ലെസ് ആർട്ടിഷ്യൻ അല്ലെ അവിടെ വിട്ടുപോകുന്ന നിരക്ക് കുറവായിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ ടേൺ ഓവർ കോസ്റ്റും ലഘൂകരിക്കാൻ സാധിക്കും. Then next point, it becomes easier to communicate with the organization and have to connect to the top level, that is management, and the bottom level, that is the workers. Okay, നമുക്കറിയാം ഓർഗനൈസേഷനും ടോപ്പ് ലെവലിലുള്ളവരൊക്കെ ആയിട്ട് അല്ലെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചർച്ച സംഘടിപ്പിക്കുമ്പോൾ മിക്കപ്പോഴും എല്ലാവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തൊക്കെ പോകാൻ അല്ലെ ചിലപ്പോൾ മാറി കുറച്ച് എംപ്ലോയീസും കൂടി ഇതിൽ വരണം അല്ലെ മീറ്റിംഗിൽ പങ്കെടുക്കണം എന്നൊക്കെ ഒരു രീതിയൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരൊക്കെ ആയിട്ട് നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുന്നു. സോ ഈ ബിക്കംസ് ഈസിയർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓർഗനൈസേഷൻ ആൻഡ് ഹാപ്പി ടു കണക്ട് വിത്ത് ടോപ്പ് ലെവൽ, ദാറ്റ് ഈസ് മാനേജ്മെന്റ് ആൻഡ് ബോട്ടം ലെവൽ വർക്കേഴ്സ്. അപ്പൊ എല്ലാവരായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കി തരുന്നതായിട്ട് സാധിക്കും. ലാസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ക്യാൻ ബി പ്രിവെന്റഡ് ആൻഡ് സെറ്റിൽഡ് ബൈ കളക്റ്റീവ് ബാർഗൈനിങ്. എന്തായാലും പ്രോബ്ലംസുകൾ ഉണ്ടാവാം അല്ലെ, അത് വ്യക്തികൾക്ക് ഇടയിലുള്ള പ്രോബ്ലം ആവാം, ഇൻഡസ്ട്രികൾ തമ്മിലുള്ള പ്രോബ്ലംസ് ആവാം. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് എന്ന പ്രോസസ്സിൽ പരസ്പരം ചർച്ചകൾ നടത്തി അതിനൊരു തീരുമാനങ്ങളാണ് കണ്ടെത്തുന്നത്. സോ എംപ്ലോയേഴ്സിനെ സംബന്ധിച്ച് അതെല്ലാം ഗുണകരമായിട്ടുള്ള ഒരു രീതിയാണ്. കാരണം എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതിന് സൊല്യൂഷൻസ് കാണാനായിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന പ്ലാറ്റ്ഫോം. ാണോ വായിച്ചു നോക്കാം. തോന്നുന്നു നമ്മുടെ ചാപ്റ്റർ പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഒരു മാസം കൊണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റും എന്തായാലും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തായാലും വായിച്ചിട്ട് വരിക. അപ്പൊ നമ്മുടെ ക്ലാസ് നാളത്തോടുകൂടി ഈ ചാപ്റ്റർ ഉണ്ടോ, നമുക്ക് ചാപ്റ്ററിലേക്ക് ഒന്ന് പോവാം. ഈ ആഴ്ച ഈ ക്ലാസ്സോടുകൂടി നോക്കാം ശ്രമിക്കാം. താങ്ക് യു.